إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് അവനിൽ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്ക് ചുറ്റും നടക്കുന്ന ഏതൊരു സംഭവമാകട്ടെ, അതോരോ മനുഷ്യരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന പരീക്ഷണങ്ങളാകട്ടെ, കെടുതികളാകട്ടെ, ഭൂമിയിൽ വ്യാപകമായി സംഭവിക്കുന്ന എന്തെങ്കിലും ദുരന്തങ്ങളാകട്ടെ, മുസീബത്തുകളാകട്ടെ, എല്ലാ കാര്യങ്ങളിലും ഒരു മുസ്ലിമിന് പാഠങ്ങളുണ്ട് എന്നതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന തത്വം. നോക്കൂ നിങ്ങൾ, നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട് എത്ര നിർഭയത്വത്തിലാണ് നമ്മൾ കഴിയുന്നത്. സമാധാനപരമായി, സ്വസ്ഥതയോടെ, യുദ്ധഭീഷണിയില്ലാതെ, ശത്രുക്കളുടെ മുമ്പിൽ നിസ്സഹായരാകാതെ നമ്മളിവിടെ ജീവിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ നാം ആസ്വദിക്കുന്നു, ആരോഗ്യം നമ്മൾ അനുഭവിക്കുന്നു. ഭൗതിക വിഭവങ്ങൾ ക്ഷാമം നേരിടാതെ, പട്ടിണിയില്ലാതെ, ദാരിദ്ര്യമില്ലാതെ നമ്മൾ ആഫിയത്തിലായി കഴിഞ്ഞുകൂടുന്നു. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ, അതിൻ്റെ ഹിദായത്ത് ലഭിച്ചവരാണ് നമ്മൾ മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്, അല്ലാഹുവിൻ്റെ മേഘത്വം അംഗീകരിക്കുന്ന തൗഹീദുള്ളവരാണ്. ഇങ്ങനെ ഭൗതികവും ദീനിയുമായ നന്മകൾ, നിഅമത്തുകൾ ഒരുപാട് ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഈ നിഅമത്തുകൾ ആസ്വദിക്കുന്നവനെ പറ്റി പറഞ്ഞു: മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ വമാ ഫീഹാ. ഒരു ദിവസം നിർഭയത്വത്തോടുകൂടി നേരം വെളുക്കുന്നവർ, തൻ്റെ ശരീരത്തിൽ ആരോഗ്യം കണ്ടെത്തുന്നവർ, അന്നന്നത്തേക്കുള്ള അന്നത്തിന് വക കണ്ടെത്തുന്നവർ, ഒരു ദിവസം തനിക്കും തൻ്റെ കുടുംബത്തിനും വയറ് നിറയ്ക്കാനുള്ള അന്നം, റിസ്ക് കണ്ടെത്തുന്നവർ, ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ വമാ ഫീഹാ, ദുനിയാവും അതിലുള്ളത് മുഴുവനും നേടിയവനെ പോലെയാണവൻ. ഒരു ദിവസം ഈ നിഅമത്ത് ആസ്വദിക്കുന്നവനെ കുറിച്ചാണ് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എത്ര ദിവസങ്ങൾ, എത്ര മാസങ്ങൾ, എത്ര വർഷങ്ങൾ നമ്മൾ ഇത് അനുഭവിക്കുന്നു. ഒരു തുമ്മൽ പോലും, ഒരു ജലദോഷം പോലും ഇല്ലാത്ത ദിവസങ്ങൾ, ഒരു പേടിയും
ഭയപ്പാടും ഭീതിയും അലട്ടാത്ത മാസങ്ങൾ, വർഷങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ മുറുകെ പിടിച്ചൊരു മുസ്ലിമായി ജീവിക്കാൻ അല്ലാഹു കനിഞ്ഞരുളിയ സ്വാതന്ത്ര്യം, ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ജീവിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ ഇതിനെല്ലാം നന്ദി ചെയ്യുന്നവരായി മാറിയിട്ടുണ്ടോ? അല്ലാഹു ചെയ്തു തന്ന നിഅമത്തുകൾ, ഭൗതികവും പാരത്രികവുമായ, ഐഹികവും ദീനിയുമായ നിഅമത്തുകൾക്ക് നന്ദി ചെയ്യാൻ കടപ്പെട്ടവരാണ് എന്ന തിരിച്ചറിവ് ദിവസവും നമ്മുടെ അനുഭവത്തിലൂടെ നമ്മൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കെ നമ്മൾ നന്ദി ചെയ്യുന്നവരാകുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറഞ്ഞു, വഇദ് തഅദ്ദന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങളുടെ റബ്ബ് ഇതാ വിളംബരം ചെയ്തിരിക്കുന്നു, നിങ്ങൾക്ക് അവൻ ചെയ്തു തന്ന നിഅമത്തുകൾക്ക് നിങ്ങൾ നന്ദി ചെയ്യുന്നവരാണെങ്കിൽ ലഅസീദന്നകും, നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അവൻ വർദ്ധിപ്പിച്ച് നൽകുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, നമ്മൾ അനുഭവിക്കുന്ന നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ, അത് നിലനിൽക്കാനും നിലക്കാതെ വർദ്ധിച്ചു ലഭിക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ നന്ദി ചെയ്യണം. അല്ലാഹു അതിന് വെച്ച നിബന്ധനയാണത്. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നാം വർദ്ധിപ്പിച്ച് നൽകുക തന്നെ ചെയ്യും. എന്താണ് നന്ദി എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ ലളിതമായതിനെ വിശദീകരിച്ചു. അല്ലാഹുവിന്റെ നിഅമത്തുകൾക്ക് നന്ദി ചെയ്യുക എന്ന് പറഞ്ഞാൽ സർവോപരി അല്ലാഹുവിൽ നിന്ന് ലഭിച്ചതാണ് എന്ന തിരിച്ചറിവ് നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുക. അല്ലാഹുവിന്റെ ഔദാര്യമാണിത്, അല്ലാഹുവിന്റെ ഓശാരമാണിത്, അവന്റെ കനിവാണ്, അവന്റെ ദയയാണ്, അവന്റെ കാരുണ്യമാണ്. നിന്റെ കഴിവല്ല, നിന്റെ സാമർഥ്യമല്ല, നിന്റെ അധികാരമില്ല, നിന്റെ ബുദ്ധിയല്ല, നിന്റെ വിവരമല്ല, മറ്റൊന്നുമല്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിന്റെ കഴിവും ശക്തിയും കൊണ്ട് നിനക്ക് അനുകൂലമായത് മാത്രം അല്ലാഹു നൽകിയതാണ് എന്ന തിരിച്ചറിവ് ഹൃദയത്തിൽ ഉണ്ടാകുക. ഇതാണ് നന്ദിയുടെ ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം, നിന്റെ നാവിലൂടെ അല്ലാഹുവിനുള്ള നന്ദി വാചകങ്ങൾ, അവന് സ്തുതിയായി, അവന്റെ മഹത്വത്തെ വാഴ്ത്തലായി, ശുക്റായി, ഹംദായി നിന്റെ നാവിലൂടെ അവനിലുള്ള സ്മരണയായി തുളുമ്പുക. നാവ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അനുഗ്രഹങ്ങളെ ചേർത്തി പറയാൻ, അല്ലാഹുവിലേക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ ഹംദുകളും തസ്ബീഹുകളും അർപ്പിക്കാൻ നിനക്ക് സാധിക്കുക. ഇതാണ് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടം, ആ നന്ദി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിയുള്ള മാർഗത്തിലൂടെ അവന്റെ അനുഗ്രഹങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് നിറവേറ്റുക. അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിന്റെ സമ്പത്തിലാകട്ടെ, നിന്റെ കുടുംബത്തിലാകട്ടെ, നിന്റെ സ്വന്തം ശരീരത്തിൽ തന്നെയാകട്ടെ, അല്ലാഹു ചെയ്തു തന്ന എണ്ണിക്കണക്കാക്കാൻ പറ്റാത്ത നിഅമത്തുകൾ അല്ലാഹുവിന് നന്ദി ചെയ്യുന്ന രൂപത്തിൽ, അവന് തൃപ്തിയുള്ള മാർഗത്തിൽ, അവന്റെ ദീനനുസരിച്ച് നീ വിനിയോഗിക്കുക എങ്കിൽ അല്ലാഹു നിനക്കത് വർദ്ധിപ്പിച്ചു തരും. ലഅസീദന്നകും. എന്നാൽ തിരിച്ചാണെങ്കിൽ വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, അല്ലാഹുവിന് നന്ദി കേട് കാണിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ, അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അവനിലേക്ക് ചേർത്തി പറയാതെ, അവന്റെ പക്കൽ നിന്നുള്ള ഔദാര്യമാണെന്ന തിരിച്ചറിവില്ലാതെ, അതിനുമപ്പുറത്ത് അല്ലാഹുവിനെ ധിക്കരിക്കുന്ന മാർഗത്തിൽ നിനക്ക് ലഭിച്ച നേട്ടങ്ങൾ നീ വിനിയോഗിക്കുകയാണെങ്കിൽ അല്ലാഹു പറയുന്നു, ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ കഠിനമായിരിക്കും. അല്ലാഹു താക്കീത് ചെയ്യുന്നു, അല്ലാഹു ഗൗരവത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹുവിന് നന്ദികേട് പ്രവർത്തിക്കാനാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷ കഠിനമായിരിക്കും. സഹോദരങ്ങളെ, ഭൂമിയിൽ നടക്കുന്ന സകല സംഭവ വികാസങ്ങളും ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ഒരു മുസ്ലിം അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ടവനാണ്. തന്റെ തെറ്റുകളിൽ നിന്ന് മടങ്ങാൻ അതിന് കാരണമായി, തൗബക്കുള്ള മാർഗമായി അവൻ അതിനെ വിനിയോഗിക്കേണ്ടവനാണ്. എന്തു സംഭവിച്ചാലും ബുദ്ധിയുള്ളവൻ, സൗഭാഗ്യ ജീവിതം നയിക്കുന്ന ഒരു മുസ്ലിം, അവൻ തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കുന്നവനായിരിക്കും. എന്നാൽ നിർഭാഗ്യവാനാകട്ടെ, തനിക്ക് ചുറ്റും സംഭവിക്കുന്ന സംഭവ വികാസങ്ങളിൽ അശ്രദ്ധനായി തിന്മകളിൽ ഉറച്ചു പോകുന്നവനായിരിക്കും. അല്ലാഹു കാണിക്കുന്ന ആയാത്തുകൾ, അവന്റെ ദൃഷ്ടാന്തങ്ങൾ, അവന്റെ ഓർമ്മപ്പെടുത്തലുകൾ, അവന്റെ താക്കീതുകൾ, അതിലുത്ഭുതരാകാത്തവർ അവർ നഷ്ടക്കാരാണ്, അവർ ഹതഭാഗ്യരാണ്. സഹോദരങ്ങളെ, എത്ര കാഴ്ചകൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്, എത്ര വാർത്തകളാണ് ഇന്നും ഇന്നലകളും കഴിഞ്ഞ മാസങ്ങളും വർഷങ്ങളും കാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധഭീതി അവസാനിച്ചിട്ടില്ലാത്ത, മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നാടുകൾ, നിർഭയത്വം വെല്ലുവിളിയായി അസ്തമിച്ചു പോയേക്കാവുന്ന ഭീതിയുടെ മുനമ്പിൽ കഴിയുന്നവർ, അവരിലെ ബഹുഭൂരിപക്ഷവും വംശഹത്യ കൊണ്ട് നശിപ്പിക്കപ്പെട്ടു, അവരുടെ ജീവനുകൾ പൊഴിക്കപ്പെട്ടു.
അവരിലെ കുട്ടികൾ യതീമുകളായി, അനാഥരായി, അവരിലെ ഭാര്യമാർ വിധവകളായി, പ്രായപ്പെട്ടവർ, പ്രായമുള്ളവർ, വയോധികന്മാർ നിസ്സഹായരായി, സമ്പന്നരായിരുന്നവർ ദരിദ്രരായി, പ്രതാപശാലികൾ അധികാരികൾ അവർ നിന്ദ്യരായി, പാവപ്പെട്ടവരെ പോലെ യാചകരായി അഭയാർത്ഥി ക്യാമ്പുകളിൽ തള്ളപ്പെട്ടു. സഹോദരങ്ങളെ, അതിനുമപ്പുറത്ത് യുദ്ധത്തിന്റെ ഭീതി നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നമ്മൾ അനുഭവിക്കുന്നു, കണ്ടറിയുന്നു, കേട്ടറിയുന്നു. അതിനുമപ്പുറത്ത് പ്രകൃതിയിൽ സംഭവിക്കുന്ന ആകസ്മികമായ അപ്രതീക്ഷിതമായ ദുരന്തങ്ങൾ, വെള്ളപ്പൊക്കമായി, ഭൂകമ്പങ്ങളായി, ഒരു രാജ്യത്തെ മുഴുവൻ കാർന്നു തിന്നുന്ന, തുടച്ചു നീക്കുന്ന മഹാമാരികളായി. സഹോദരങ്ങളെ, നമ്മൾ എത്ര കേൾക്കുന്നു, നമ്മളെ എത്ര അറിയുന്നു. കഴിഞ്ഞ ദിവസം ആകാശത്തേക്ക് പറന്നുയർന്ന, ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് പറന്നുയർന്ന ഒരു വിമാനം അത് നിമിഷങ്ങൾ കൊണ്ട് പൊട്ടിത്തകർന്ന് അതിലെ മുഴുവൻ ജീവനുകളും പൊലിഞ്ഞുപോയി. ഇങ്ങനെ നമ്മൾ കാണുന്നു, കേൾക്കുന്നു. ഭൂമിയിലും വായുവിലും ആകാശത്തും കടലും കരയിലും ദുരന്തങ്ങളുടെ വാർത്തകൾ, അപകടങ്ങൾ, മഹാമാരികൾ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. എന്താണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതിലുള്ള പാഠങ്ങൾ? മുസ്ലിമിനുള്ള ഉത്തരം, മുഅ്മിനിനുള്ള പാഠം ഒന്നേ ഒന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ താക്കീതാണിത്, അവന്റെ ഓർമ്മപ്പെടുത്തലാണിത്. ഭൗതികമായ ശാസ്ത്രീയമായ കാര്യകാരണങ്ങൾ എന്തുമുണ്ടാകട്ടെ, ആളുകൾ ചെയ്യട്ടെ, എന്താണ് അതിന്റെ പിന്നിലുള്ള രഹസ്യമെന്ന് പകച്ചു പോകുന്ന അവസ്ഥയിലേക്ക് അന്വേഷണങ്ങൾ വളരട്ടെ, അതൊന്നുമല്ല കാര്യം. അതിനുമപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ ഓർമ്മിപ്പിക്കുന്ന ചില ഓർമ്മപ്പെടുത്തലുകളുണ്ട്. അല്ലാഹുവിന്റെ ശക്തിയാണത്, അവന്റെ പ്രബലതയാണത്, അവന്റെ കഴിവാണത്. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അയഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹുവിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ, അവൻ കുൻ എന്ന് പറയേണ്ട താമസം അത് പൊടുന്നനെ സംഭവിക്കുന്നു. ഇങ്ങനെ സൃഷ്ടിക്കുന്നവനും സംജാതമാക്കുന്നവനുമാണ് അവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവും ശക്തിയും അവന്റെ താക്കീതും നമ്മൾ ഓർമ്മയിലുണ്ടാകണം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സംഭവങ്ങളിലൂടെ അവന്റെ അടിമകളെ പേടിപ്പിക്കുകയാണ്. അവന്റെ അടിമകളെ, അവരുടെ നിസ്സഹായതയും അവരുടെ ദൗർബല്യവും അവരെ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവും ശക്തിയും അവന്റെ ശിക്ഷയും താക്കീതിലൂടെ അവരുടെ പാപങ്ങളിൽ നിന്ന് തിരിഞ്ഞു നടക്കാൻ അവരെ പ്രേരിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ പാഠം ഉൾക്കൊണ്ടോ? നമ്മൾ ഈ കാഴ്ചകളും ഈ വാർത്തകളും ഈ ദുരന്ത ഭൂമിയിലെ യാഥാർത്ഥ്യങ്ങളും അനുഭവിച്ചിട്ടും നമുക്കെന്തു മാറ്റമാണ് ഉണ്ടായത്? നമ്മുടെ അവസ്ഥകൾ മാറിയോ? നമ്മുടെ സ്വന്തം ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായോ? അല്ലാഹു ഹറാമാക്കിയത് കാലാകാലം വരെ, മരണം വരെ ഒഴിച്ചു നിർത്താനുള്ള ദൃഢപ്രതിജ്ഞ നമ്മുടെ ഹൃദയത്തിൽ നിന്നുണ്ടായോ? അല്ലാഹു നിർബന്ധമാക്കിയ വാജിബായ കാര്യങ്ങൾ മരണം വരെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തില്ല എന്ന് പ്രതിജ്ഞയെടുക്കാൻ നമുക്ക് സാധിച്ചോ? നമ്മുടെ വീടുകൾ മാറിയോ? നമ്മുടെ വീടിന്റെ അകത്തളങ്ങൾ സിനിമയിൽ നിന്നും സംഗീതത്തിൽ നിന്നും അല്ലാഹുവിന്റെ ദീനിൽ അവൻ ഹറാമാക്കിയ തോന്നിവാസങ്ങളിൽ നിന്നും മുക്തി നേടിയോ? നമ്മുടെ മക്കളെ നമ്മൾ മാറ്റിയോ? നമ്മുടെ കുടുംബത്തെ നമ്മൾ മാറ്റിയോ? നമ്മുടെ സമൂഹം മാറ്റിയോ? നമ്മുടെ കുടുംബങ്ങൾ സംഗമിക്കുന്ന വിവാഹ സദസ്സുകൾ തോന്നിവാസങ്ങളിൽ നിന്നും, ആർഭാടങ്ങളിൽ നിന്നും, ആഭാസങ്ങളിൽ നിന്നും, അന്യ സ്ത്രീ പുരുഷന്മാർ കൂടിക്കലരുന്ന പേക്കൂത്തുകളിൽ നിന്നും, സ്ത്രീധന മാമാങ്കങ്ങളിൽ നിന്നും മുക്തി നേടിയോ? എന്തു പാഠമാണ് നമ്മൾ ഉൾക്കൊണ്ടത്? ഈ മാറ്റങ്ങൾ പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീതുകളായി, അല്ലാഹുവിൽ നിന്നുള്ള പേടിപ്പെടുത്തലായി നമുക്ക് ചുറ്റും സംഭവിച്ചിട്ടും നമ്മൾ എന്താണ് മടങ്ങാത്തത്? നമ്മൾ എന്താണ് ചിന്തിക്കാത്തത്? നമ്മൾ എന്താണ് മാറാത്തത്? മാറ്റം നമുക്കില്ല എങ്കിൽ, മാറ്റം നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നാം ഓരോരുത്തരുടെയും ഖൽബിന്റെ അന്തരാളങ്ങളിൽ നിന്ന് തുടങ്ങിയിട്ടില്ല എങ്കിൽ, നമ്മുടെ കുടുംബമോ, നമ്മുടെ സമൂഹമോ, ഈ ലോകമോ, ജനസഞ്ചയമോ മാറാൻ പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓർമ്മപ്പെടുത്തലാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കദഅബി ആലി ഫിർഔന വല്ലദീന മിൻ ഖബ്ലിഹിം. ഈ നടപടിക്രമങ്ങൾ അല്ലാഹു ഇന്നോ ഇന്നലെയോ സംഭവിപ്പിച്ചതല്ല, മറിച്ച് സാക്ഷാൽ ഫിർഔൻ, അന റബ്ബുകുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ പരമോന്നതനായ റബ്ബ് എന്ന് ലോകത്ത് തുല്യതയില്ലാത്ത വിധം അഹങ്കരിച്ച കൊടുമഹങ്കാരി സാക്ഷാൽ ഫിർഔൻ, ചെങ്കടലിന്റെ ആഴക്കയങ്ങളിൽ അല്ലാഹു മുക്കി നശിപ്പിച്ച സാക്ഷാൽ ഫിർഔൻ, ആ ഫിർഔനും കൂട്ടരും സംഭവിച്ചതുപോലെ അവർക്കുമേൽ അല്ലാഹുവിന്റെ ശിക്ഷയുടെ നടപടിക്രമങ്ങൾ അവൻ വ്യാപകമാക്കിയതുപോലെ വല്ലദീന മിൻ ഖബ്ലിഹിം, ഫിർഔനും കൂട്ടരുമാണോ? വല്ലദീന മിൻ ഖബ്ലിഹിം, അതിനു മുമ്പ് ആദ് തുടങ്ങി, സമൂദ് തുടങ്ങി, അസ്ഹാബുൽ ഐക്കത്തും അസ്ഹാബുൽ ലൂത്തും അസ്ഹാബു മദിയനും, ഇവരെല്ലാം അല്ലാഹുവിന്റെ ശിക്ഷ അനുഭവിച്ചതുപോലെ
അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾ ശിക്ഷയായി, പേടിപ്പെടുത്തലായി, ഓർമ്മപ്പെടുത്തലുകളായി, താക്കീതുകളായി സംഭവിച്ചുകൊണ്ടിരിക്കും. എന്താണ് കാരണം? കഫറൂ ബിആയാത്തില്ലാഹ് ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം. അള്ളാഹുവിന്റെ ആയത്തുകൾ അവർ നിഷേധിച്ചു തള്ളി, അവർ അവഗണിച്ചു. വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ. നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളിലുണ്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത, നിന്റെ ആയുഷ്കാലം മുഴുവൻ തിട്ടപ്പെടുത്താൻ തുനിഞ്ഞാൽ പോലും നിനക്ക് കൃത്യപ്പെടുത്താൻ സാധിക്കാത്ത ദൃഷ്ടാന്തങ്ങൾ നിന്റെ സ്വന്തം ശരീരത്തിലുണ്ടോ? അള്ളാഹു കൊടുത്തു വെച്ചിട്ടുണ്ട്. വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ. നീ അത് കാണുന്നുണ്ടോ? നീ കാണുന്നുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകൾ സ്വന്തം ശരീരത്തിൽ നിന്ന് തുടങ്ങി മനുഷ്യ കഫറൂ ബിആയാത്തില്ലാഹ് നിഷേധിച്ചു തള്ളിയപ്പോൾ ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം. അള്ളാഹു അവരുടെ പാപങ്ങൾ നിമിത്തം അവരെ പിടികൂടുകയുണ്ടായി, അവരെ ശിക്ഷിക്കുകയുണ്ടായി. ഇന്നല്ലാഹ ഖവിയ്യുൻ ശദീദുൽ ഇഖാബ്. അള്ളാഹു പറയുന്നു, ഇങ്ങനെ കഠിനമായി ശിക്ഷിക്കുന്ന ശക്തനാണ് നിന്റെ റബ്ബ് എന്ന് അള്ളാഹു നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ ശക്തിയെ വെല്ലുന്ന ഒരു സന്നാഹവുമില്ല, ഒരു സൈനിക നടപടിയുമില്ല, ഒരു പ്രതിരോധ കവചവും തീർക്കാൻ ഒരു മനുഷ്യനും ഒരു ഭരണകൂടത്തിനും ഒരു രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനത്തിനും കഴിയുകയില്ല. ഇന്നല്ലാഹ ഖവിയ്യുൻ ശദീദുൽ ഇഖാബ്. അള്ളാഹു അത്രമേൽ ശക്തനും കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ്. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്ക് മേൽ അവനത് വ്യാപകമാക്കും. ذلك بأن الله لم يكن مغيرا نعمة أنعمها على قوم حتى يغيروا ما بأنفسهم. എന്നിട്ട് അള്ളാഹു പറയുന്നു, എന്താണ് അതിനുള്ള കാരണം? അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തിനുമേൽ നൽകിയ നിർഭയത്വമാകട്ടെ, ആരോഗ്യമാകട്ടെ, സമ്പത്താകട്ടെ, ദീനിയായ നന്മകളാകട്ടെ, അതിലവർക്ക് മാറ്റം അള്ളാഹു സംഭവിപ്പിക്കുകയില്ല. ആ നിഅമത്തുകൾ അള്ളാഹു എടുത്തു നീക്കുകയില്ല. ഏതുവരെ? ഹത്താ യുഗയ്യിറൂ മാ ബിഅൻഫുസിഹിം. അവർക്ക് അള്ളാഹു നൽകിയ നിഅമത്തുകൾക്ക് നന്ദി ചെയ്യാതെ ധിക്കാരത്തിലേക്ക് അവർ മാറാത്തിടത്തോളം കാലം. അള്ളാഹുവിന് നന്ദി ചെയ്ത നിഅമത്തുകൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ലഅസീദന്നകും, തുടക്കത്തിൽ നമ്മൾ കേട്ടതുപോലെ അള്ളാഹു നിഅമത്തുകൾ വർദ്ധിപ്പിച്ചു നൽകും. എന്നാൽ അള്ളാഹു എടുത്തു നീക്കതിന് പകരം ശിക്ഷ നൽകുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾക്ക് ധിക്കാരം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഏതൊരു സമൂഹം മാറ്റത്തിലേക്ക്, തോന്നിവാസങ്ങളിലേക്ക്, ധിക്കാരത്തിലേക്ക്, നിഷേധത്തിലേക്ക്, കുഫ്റിലേക്ക്, ശിർക്കിലേക്ക് സഞ്ചരിക്കുന്നുവോ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അനുഭവിച്ച നന്മകൾ അതിൽ മാറ്റം വരുത്തും, ശിക്ഷകൾ അവർക്ക് മേലിറക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വ അന്നല്ലാഹ സമീഉൻ അലീം. തീർച്ചയായും ആർക്കെന്തു നൽകണമെന്ന് കൃത്യമായി അറിയുന്നവനും എല്ലാവരുടെയും ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ദുർമന്ത്രണങ്ങൾ വരെ കേൾക്കുന്നവനുമാണ് സൂക്ഷ്മ നിരീക്ഷകനായ റബ്ബ് എന്ന് അവൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, അപ്പോൾ ചിലർ ചിന്തിച്ചേക്കും, ഞങ്ങൾക്കൊന്നും ബാധകമാകുന്നില്ലല്ലോ, ഞങ്ങളിപ്പോഴും സുഖത്തിലാണ്, ഞങ്ങളിപ്പോഴും ആരോഗ്യത്തിലാണ്, ഞങ്ങളിപ്പോഴും ഐശ്വര്യത്തിലാണ്, സമ്പത്തിലാണ്, ദീനിയും ദുന്യവിയുമായ നന്മയിലാണ്, ഞങ്ങളെയൊന്നും ബാധിക്കുന്നില്ലല്ലോ, ഞങ്ങൾ സുരക്ഷിതത്വത്തിലാണല്ലോ എന്ന നിർഭയത്വത്തിൽ അഭിരമിക്കുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്തു പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ദുരന്തങ്ങളും മഹാമാരികളും മുസീബത്തുകളും തനിക്ക് ചുറ്റും സംഭവിച്ചാലും തന്റെ ജീവിതത്തിൽ മാറ്റമില്ലാതെ സുഖങ്ങളിൽ മുഴുകാൻ അവസരം ലഭിക്കുന്നവർ, അവർക്ക് ആ സുഖങ്ങളിൽ അവസരം നീട്ടി നൽകുക എന്നത് മറ്റൊരു ശിക്ഷയാണ്. വല്ലാഹുൽ മുസ്തആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിൽ പറഞ്ഞു, വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക്. അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾക്ക് മുൻപ് അനേകം സമൂഹങ്ങളിലേക്ക് അനേകം മുർസലുകളെ നാം നിയോഗിച്ചിട്ടുണ്ട്. ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വൽ ദർറാ ലഅല്ലഹും യതദറഊൻ. അവർക്ക് ചുറ്റും, അവർക്കിടയിൽ ദുരിതങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും ദുരന്തങ്ങൾ കൊണ്ടും നാം അവരെ പിടികൂടുകയുണ്ടായി. അല്ലാഹു അവന്റെ ഓർമ്മപ്പെടുത്തലുകൾ, താഖീതുകൾ നൽകുകയുണ്ടായി. എന്തിനു വേണ്ടിയാണത്? ലഅല്ലഹും യതദറഊൻ. വിനയാന്വിതരായി തങ്ങളുടെ റബ്ബിലേക്ക് അവർ മടങ്ങാൻ വേണ്ടി, അവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി, തിന്മകളിൽ നിന്ന് വിടവാങ്ങാൻ വേണ്ടി, അള്ളാഹുലേക്ക് തിരിച്ചു നടക്കാൻ വേണ്ടി. അങ്ങനെ അവർക്ക് ദുരിതങ്ങളും പ്രയാസങ്ങളും പിടികൂടുകയുണ്ടായി. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ നാട്ടിൽ ഈ കൊച്ചു കേരളത്തെ മുഴുവൻ പിടിച്ചുകുലുക്കിയ എത്രയോ ദുരന്തങ്ങൾ, അതിന്റെ കെട്ടടങ്ങിയിട്ടില്ലെപ്പോഴും അതിന്റെ അനന്തരഫലങ്ങൾ, അതിനിരയായവർ ഇന്നും അവരിൽ ബാക്കിയായി നിൽക്കുന്നു. നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ, സമീപ ജില്ലകളിൽ കേരളത്തെ മൊത്തം പിടിച്ചുകുലുക്കിയ പ്രളയത്തിന്റെ കെടുതികൾ, അതിന്റെ തിരകൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന മഴക്കാലം ആവർത്തിക്കപ്പെടുന്നു. മഴ ഭീഷണിയിൽ നമ്മൾ ഇന്നും കഴിഞ്ഞുകൂടുന്നു. പാഠം നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. ലഅല്ലഹും യതദറഊൻ. അല്ലാഹു പറയുന്നു,
ഈ ഓർമ്മപ്പെടുത്തൽ എന്തിനാണ്? അള്ളാഹുവിലേക്ക് വിനയാനിതരായി മടങ്ങാൻ വേണ്ടി. ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തദറഉ. അങ്ങനെ വീണ്ടും ഇങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തലുകൾ ആവർത്തിച്ചിട്ടും അള്ളാഹുവിന്റെ ശിക്ഷകൾ, സമാനമായ ദുരന്തങ്ങൾ അവർ നേർക്കുനേരെ കണ്ടിട്ടും അവർ അള്ളാഹുലേക്ക് മടങ്ങിയില്ലെങ്കിൽ, അള്ളാഹുലേക്ക് അവരുടെ ഹൃദയം വിനയാന്വിതമായില്ലെങ്കിൽ, വലാകിൻ ഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോകും. അവരുടെ ഹൃദയങ്ങൾ കല്ലുപോലെ, പാറക്കല്ലിന് സമാനമായി തീരും. നന്മകൾ പ്രവഹിക്കാത്ത, ഉത്ബോധനങ്ങൾക്ക് ഇളക്കം തട്ടാത്ത, കാണേണ്ടത് കാണാത്ത, കേൾക്കേണ്ടത് കേൾക്കാത്ത, അറിയേണ്ടത് അറിയാത്ത മരവിച്ച കല്ലിന് സമാനമായ ഹൃദയങ്ങളെ പോലെ, സാക്ഷാൽ ജൂതരുടെ ഹൃദയങ്ങളെ പോലെ, ബനൂ ഇസ്രായേലിന്റെ ഹൃദയങ്ങളെ പോലെ അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോകും, കല്ലായിത്തീരും അള്ളാഹു പറയുന്നു. എന്നിട്ടോ വസയ്യന ലഹുമുശ് ശൈത്താനു മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതെല്ലാം അതെന്ത് തോന്നിവാസങ്ങളാകട്ടെ, എത്ര വൃത്തികേടുകളാകട്ടെ, ശൈത്താൻ അത് ഭംഗിയുള്ളതായി, അലങ്കാരമുള്ളതായി അവർക്ക് തോന്നിപ്പിക്കും. ഞങ്ങൾ ചെയ്യുന്ന തോന്നിവാസങ്ങൾ എന്താകട്ടെ മെച്ചപ്പെട്ട പ്രവർത്തനമായി അവർക്ക് തോന്നിപ്പോകും. പൈശാചിക ശക്തികൾ അവർക്കത് തോന്നിപ്പിച്ചു കൊടുക്കും. അള്ളാഹു പറയുന്നു ഇങ്ങനെ ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി, അള്ളാഹുവിന്റെ താക്കീതുകളും ഓർമ്മപ്പെടുത്തലുകളും ഇങ്ങനെ അവർ വിസ്മരിച്ചു കളഞ്ഞാൽ, അള്ളാഹുവിൽ നിന്നുള്ള ആയാത്തുകളുടെ ഗുണപാഠങ്ങൾ, ദൃഷ്ടാന്തങ്ങളെ കുറിച്ചുള്ള വിസ്മൃതിയിൽ അവർ ആണ്ടുപോയി കഴിഞ്ഞാൽ, ദുനിയാവിന്റെ മനോഹാരിതയിൽ, പളപളപ്പിൽ അവർ അഭിരമിച്ചു വാണു കഴിഞ്ഞാൽ, അള്ളാഹു പറയുന്നു ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇൻ, അവർക്ക് വാരിക്കോരി നാം എല്ലാ കവാടങ്ങളും തുറന്നു കൊടുക്കും. അവരെ ശിക്ഷിക്കുമെന്നല്ല, ഞങ്ങൾക്കൊന്നും ബാധിച്ചിട്ടില്ലല്ലോ, ഞങ്ങൾക്കൊരു ദുരിതവും പ്രയാസവും തീണ്ടിയിട്ടില്ലല്ലോ, ഞങ്ങൾ സുരക്ഷിതരാണല്ലോ എന്ന വഞ്ചനയിൽ അകപ്പെട്ടവർക്കുള്ള പാഠമാണിത്. അള്ളാഹു എന്തു ചെയ്യും? ഇങ്ങനെ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാതെ സുഖിച്ചു കഴിയുന്നവർക്ക് മേൽ ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇൻ, എല്ലാ അനുഗ്രഹങ്ങളുടെയും വാതായനങ്ങൾ അവർക്കുമേൽ അള്ളാഹു തുറന്നിട്ട് കൊടുക്കും. അള്ളാഹു ഖുർആനിലൂടെ പറയുകയാണ്, ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു, അങ്ങനെ സന്തോഷത്തിനുമേൽ സന്തോഷചകിതരായി, പുളകം കൊണ്ട് ആനന്ദചിത്തരായി അവർ അങ്ങനെ സുഖിച്ചു വാഴും. അവർക്ക് നൽകപ്പെട്ടതിൽ അവർ അഭിരമിച്ച് ജീവിക്കും. അള്ളാഹു പറയുന്നു അഖദ്നാഹും ബഗ്തതൻ ഫഇദാ ഹും മുബ്ലിസൂൻ, അങ്ങനെ പൊടുന്നനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതാ അള്ളാഹുവിന്റെ ശിക്ഷ അവർക്ക് പിടികൂടുകയായി. അള്ളാഹു പറയുന്നു നാം അവരെ പിടികൂടുകയായി. ഫഇദാ ഹും മുബ്ലിസൂൻ, അവരതാ ഹതാശരായി, നിരാശരായി നിലം പതിക്കുകയായി. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് സുഖങ്ങൾ മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ, കടമില്ല, പട്ടിണിയില്ല, പ്രാരാബ്ദങ്ങളില്ല, പറയത്തക്ക രോഗങ്ങളില്ല, പ്രയാസങ്ങളില്ല. ഐശ്വര്യത്തിലാണ്, ധന്യതയിലാണ്, സമ്പത്തിലാണ്, യുവത്വത്തിലാണ്, ചുറുചുറുക്കിലാണ്, തറവാടിലാണ്, കുലമഹിമയിലാണ്. എന്തു നന്മയുടെ മേൽ നമ്മൾ ആഹ്ലാദം കൊണ്ടാലും സഹോദരങ്ങളെ ഭയക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകുന്നത് നമ്മെ പൊടുന്നനെ പിടികൂടി ശിക്ഷിക്കാനാണോ എന്ന് നമ്മൾ ഭയക്കണം. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വല്ലാഹി മൽ ഫഖ്റു അഖ്ശാ അലൈക്കും, അല്ലാഹു സത്യം, അല്ലാഹു സത്യം, അല്ലാഹുവാണ് നിങ്ങൾക്കുമേൽ ദുനിയാവിന്റെ ഞെരുക്കമോ ദാരിദ്ര്യമോ ഞാൻ ഭയപ്പെടുന്നില്ല. വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത അലൈക്കും ദുനിയ കമാ ബുസിതത് അലാ മൻ കാന ഖബലക്കും, നിങ്ങളുടെ മുൻപുള്ളവർക്ക് ഐഹികമായ വിശാലത, ഭൗതികമായ സുഖങ്ങൾ വാരിക്കോരി നൽകി അള്ളാഹു പരീക്ഷിച്ചതുപോലെ ദുനിയാവിന്റെ വിശാലത നിങ്ങളെ കാർന്നു തിന്നുമെന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. അവർ ദുനിയാവിന് വേണ്ടി മത്സരിച്ചു, നിങ്ങളും അതുപോലെ ദുനിയാവിന് വേണ്ടി മത്സരിക്കുന്നതാണ് നിങ്ങൾക്കുമേൽ ഞാൻ ഭയപ്പെടുന്നത്. അവർ മുച്ചൂടും വേരോടെ നശിപ്പിക്കപ്പെട്ടു. അതുപോലെ ദുനിയാവിന്റെ സുഖങ്ങളിൽ ദീനിനെ മറന്ന് ദുനിയാവിന് വേണ്ടി ജീവിച്ചു മരിച്ചു നശിപ്പിക്കപ്പെടുന്ന, അള്ളാഹുവിന്റെ ശിക്ഷ ഇറക്കപ്പെടുന്ന ഒരു സമൂഹമായി നിങ്ങൾ അധപ്പതിക്കുമോ എന്നതാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനു മേൽ ഭയപ്പെട്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ചെയ്തു തന്ന നിഅമത്തുകൾക്ക് നന്ദി ചെയ്യുന്ന, അവന്റെ ഓർമ്മപ്പെടുത്തലുകളും താക്കീതുകളും ഗുണപാഠമായി ഉൾക്കൊള്ളുന്ന മഹാമുഅ്മിനീങ്ങളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. أقول قولي هذا وأستغفر الله لي ولكم ولسائر المؤمنين والمؤمنات من كل ذنب فاستغفروه إنه هو الغفور الرحيم. الحمد لله وحده
والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, മഹാനായ സ്വഹാബി ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന സ്വഹീഹായ ഹദീസിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇദാ റഅയ്തല്ലാഹ യുഅ്തിൽ അബ്ദ മിനദ്ദുനിയ മാ യുഹിബ്ബു വഹുവ മുഖീമുൻ അലാ മആസിഹി ഫഇന്നമാ ഹുവ ഇസ്തിദ്റാജ്. ഒരടിമ തനിക്ക് ദുനിയാവിൽ ഇഷ്ടമുള്ളതെല്ലാം അള്ളാഹുവിന് നൽകുന്നതായി കാണുന്നു. ഇദാ റഅയ്തല്ലാഹ യുഅ്തിൽ അബ്ദ മിനദ്ദുനിയ മാ യുഹിബ്ബു, ദുനിയാവിൽ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം അള്ളാഹു നൽകുന്നതായി അള്ളാഹുവിന്റെ നിഅമത്തുകൾ ഒരു അടിമ കാണുന്നു. വഹുവ മുഖീമുൻ അലാ മആസിഹി, അവനാകട്ടെ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകളിൽ ഉറച്ചു നിൽക്കും. അവന്റെ ജീവിതത്തിൽ തിന്മകൾക്കൊരു മാറ്റവുമില്ല. അള്ളാഹു ഹറാമാക്കിയ തോന്നിവാസങ്ങൾ അവൻ അകറ്റി നിർത്തുന്നില്ല. അവന്റെ തോന്നിവാസങ്ങളിൽ അവൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ നിഅമത്തുകൾ അവൻ ആഗ്രഹിക്കുന്നതെല്ലാം വാരിക്കോരി നൽകപ്പെടുന്നു. ഇങ്ങനെ ഒരാൾ തന്നെ കണ്ടാൽ, റബ്ബ് തന്നെ സമീപിക്കുന്നത് ഒരാൾ കണ്ടാൽ, ഫഇന്നമാ ഹുവ ഇസ്തിദ്റാജ്, അതാണ് അള്ളാഹു പടിപടിയായി പെട്ടെന്ന് അവനെ പിടികൂടുന്ന ഇസ്തിദ്റാജ്, അള്ളാഹുവിന്റെ ശിക്ഷയുടെ നടപടിക്രമം എന്ന് മനസ്സിലാക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. എന്നിട്ട് അവിടുന്ന് ഓതുകയാണ് നമ്മൾ നടയെ കേട്ട പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ ആയത്ത്, ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി, അവർക്ക് താക്കീതായി നൽകിയതെല്ലാം അവർ വിസ്മരിച്ചു കളഞ്ഞപ്പോൾ, ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ, ആകാശലോകത്ത് നിന്ന് സകല നിഅമത്തുകളുടെയും വാതായനങ്ങൾ അവർക്കുമേൽ നാം തുറന്നിട്ടു. ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു, അങ്ങനെ അവർ നൽകപ്പെട്ടതിന്റെ പേരിൽ സന്തോഷിച്ചു പുളകം കൊണ്ട് ദുനിയാവിൽ അഭിരമിക്കുമ്പോൾ, അഖദ്നാഹും ബഗ്തതൻ, അവരെ പൊടുന്നനെ നാം പിടികൂടുകയുണ്ടായി, ശിക്ഷിക്കുകയുണ്ടായി. ഫഇദാ ഹും മുബ്ലിസൂൻ, അപ്പോൾ അവർ നിരാശരായി ഹതാശരായി അധപ്പതിക്കുകയും ചെയ്യുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇതിനെ പറ്റിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിന്റെ വിശദീകരണമായി പഠിപ്പിക്കുന്നു. എന്താണ് നമ്മുടെ അവസ്ഥ സഹോദരങ്ങളെ? എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഈ ആയത്തുമായും ഈ പാഠവുമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗൗരവമുള്ള താക്കീതുമായിട്ടുള്ള ബന്ധം? നാം ഓരോരുത്തരും പരിശോധിക്കുക. നമ്മൾ സ്വയം നമ്മെ വിമർശിക്കുക. നമ്മൾ നമ്മുടെ നിരൂപകരാകുക. നമ്മൾ ആത്മവിചാരണ നടത്തുക. ആരിലേക്കും തീരേണ്ടതില്ല. നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് നോക്കേണ്ടതില്ല. മറ്റു സമൂഹങ്ങളെ കുറിച്ച് അവരെ കുറവുകളെ ചികഞ്ഞുകൊണ്ട് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതില്ല. നമ്മൾ നമ്മളിലേക്ക് തിരിയുക. ഞാൻ എന്നിലേക്ക്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ വേണ്ടപ്പെട്ടവരിലേക്ക്. അള്ളാഹുവിന്റെ ദീനിന്റെ അധ്യാപനങ്ങൾ കാറ്റിൽ പറത്തുന്നുണ്ടോ? ഹറാമുകൾ നമ്മൾ ഒഴിച്ചു നിർത്തുന്നുണ്ടോ? നിർബന്ധമായ കാര്യങ്ങൾ നമ്മൾ പാലിക്കുന്നുണ്ടോ? ആഴ്ചയിൽ നിർബന്ധമായും ഒരു മുസ്ലിം വെള്ളിയാഴ്ച ജുമഅക്ക് പാലിക്കേണ്ടുന്ന മര്യാദകളെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കൃത്യമായി നിഷ്കർഷമായി പാലിക്കാൻ, ഖതീബ് മിമ്പറിൽ കയറുന്നതിന് മുമ്പെത്താൻ, ഖുതുബ സാഗൂതം ശ്രവിക്കാൻ, ഖുതുബയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് അടുത്ത ആഴ്ചത്തേക്കുള്ള ഈമാനികമായ ഊർജം സംഭരിക്കാൻ, ജുമുഅ നിസ്കാരത്തെ അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് നിസ്കരിക്കുന്നത് പോലെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈ, വെള്ളിയാഴ്ച ദിവസം നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ അല്ലാഹുവിന്റെ സ്മരണയിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് ഉളറിപ്പോകുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക്, അവന്റെ സ്മരണയിലേക്ക് ഓടിയെടുക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? വെള്ളിയാഴ്ചകളിലെ മഹത്തായ ദിവസത്തിന്റെ പോരിശയെങ്കിലും മുൻനിർത്തി വദറുൽ ബൈ, ഒരാഴ്ചയെങ്കിലും നമ്മുടെ കച്ചവട ബന്ധങ്ങളും നമ്മുടെ സാമ്പത്തികമായ ക്രയവിക്രയങ്ങളും ദുനിയാവിന്റെ കെട്ടുപാടുകളും ജീവിതത്തിൽ നിന്ന് മുറിച്ചിട്ട് ഓരോ ദിവസമെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒഴിഞ്ഞിരിക്കാൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമുക്ക് സാധിക്കാറുണ്ടോ? നമുക്ക് അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾക്ക് നമ്മൾ നന്ദി ചെയ്യുന്നവരായ, നന്ദിയുള്ള മാന്യന്മാരായ അടിമകളായി നമ്മൾ മാറുന്നുണ്ടോ എന്ന പരിശോധന ആവർത്തിച്ച് നടത്തിക്കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഓർമ്മപ്പെടുത്തലുകളും താക്കീതുകളും ഗുണപാഠങ്ങളായി ജീവിതത്തിൽ പരിവർത്തനത്തിന് കാരണമാക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات.
طيب ثراهم واجعل الجنة مأواهم يا رب العالمين. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، وأذل الشرك والمشركين، وأذل الشرك والمشركين، وأذل الشرك والمشركين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.